കോർപ്പറേഷന്റെ പഴയ ബിൽഡിങ്ങുകളുണ്ട്. ഇത് വളരെ അപകടകരമായ അവസ്ഥ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. ഈ ബിൽഡിംഗ് പലപ്പോഴും പൊളിക്കണമെന്ന് ഞങ്ങൾ വ്യാപാരികൾ തന്നെ ആവശ്യപ്പെട്ടതാണ്. ഒരു ഫിറ്റ്നസും ഇല്ലാത്ത ഇത്തരം ബിൽഡിങ്ങുകൾക്ക് എന്തിനാണ് ലൈസൻസ് കൊടുത്തത്? ഞങ്ങൾ വ്യാപാരികൾ തന്നെ അതിനെ എതിർക്കുന്നുമുണ്ട്. പൊളിക്കാൻ എന്നോ ഉത്തരവ് ഇട്ടിട്ടും വീണ്ടും ഈ അടുത്ത് ഒരു പുതിയൊരു ഷോപ്പിന് ലൈസൻസ് കൊടുക്കുകയാണ് ചെയ്തത്. നമസ്കാരം. വളരെയധികം ദാരുണമായൊരു സംഭവമാണ് ഇന്ന് കോഴിക്കോട് ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് വലിയങ്ങാടിയിൽ പഴയ പാസ്പോർട്ട് ഓഫീസ് പ്രവർത്തിച്ചിരുന്ന പഴയ കെട്ടിടം തകർന്നു വീഴുകയും 3 തൊഴിലാളികൾ ദാരുണമായി മരണപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. 7 പേരോളം പരിക്കുണ്ട്. അവരെ സമീപത്തുള്ള ആശുപത്രി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്ന വളരെയധികം പഴക്കമുള്ള ഒരു കെട്ടിടമാണ് ഇവിടെ വലിയങ്ങാടിയിലെ ഈ തകർന്നു വീണ്ടിരിക്കുന്ന കെട്ടിടം. ഇപ്പം നമ്മളോടൊപ്പം ഇവിടെയുള്ള വ്യാപാരി വ്യവസായിയുടെ പ്രവർത്തകരുണ്ട്. ഇപ്പം വർഷങ്ങളായിട്ട് വളരെയധികം കാലപ്പഴക്കമുള്ള ഒരു കെട്ടിടമാണ് തകർന്നു കൊണ്ടിരിക്കുന്നത്. അതും ഇത്രയധികം പഴക്കമുള്ള ഒരു കെട്ടിടം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്താണ് പറയാൻ? ഈ ബിൽഡിംഗ് പലപ്പോഴും പൊളിക്കണമെന്ന് ഞങ്ങൾ വ്യാപാരികൾ തന്നെ ആവശ്യപ്പെട്ടതാണ്. ഇപ്പോൾ കോർപ്പറേഷൻ നല്ല ബിൽഡിംഗ് പൊളിച്ച് പുതിയതാക്കുന്ന ഒരു തിടുക്കത്തിലാണുള്ളത്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കോർപ്പറേഷന്റെ പഴയ ബിൽഡിങ്ങുകളുണ്ട്. ഇത് വളരെ അപകടകരമായ അവസ്ഥ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. അതുമല്ല, ഇതിന്റെ തൊട്ടടുത്തുള്ള ഷോപ്പ് നിങ്ങൾക്ക് കാണാം. ഈ ഷോപ്പ് ഈ അടുത്താണ് ലൈസൻസ് കൊടുത്തത്. ഒരു ഫിറ്റ്നസും ഇല്ലാത്ത ഇത്തരം ബിൽഡിങ്ങുകൾക്ക് എന്തിനാണ് ലൈസൻസ് കൊടുത്തത്? ഞങ്ങൾ വ്യാപാരികൾ തന്നെ അതിനെ എതിർക്കുന്നുമുണ്ട്. കൂടാതെ ഈ ഒരു സമയത്തിൽ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങളൊന്നും പറയുന്നില്ല. ഈ ദുഃഖകരമായ അവസ്ഥയിൽ ഇന്ന് 3 മണി മുതൽ നാളെ ഫുൾ ഡേ മുഴുവനായിട്ടും ഞങ്ങൾ വ്യാപാരികൾ ഇവിടെ കട അടച്ചിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതേപോലെ തൊഴിലാളികളും പണിമുടക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എന്നിട്ട് അവർക്കുള്ള എന്തൊക്കെ ചെയ്യണം അതൊക്കെ ഞങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ നോക്കൂ. ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ ഗവൺമെന്റ് അടിയന്തരമായി ഈ മരിച്ച ആളുകൾക്കുള്ള നഷ്ടപരിഹാര തുക എത്രയും പെട്ടെന്ന് പ്രഖ്യാപിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾ പറയുന്നത് കോർപ്പറേഷന്റെ അനാസ്ഥ കൊണ്ടാണ് ഈ ഒരു വലിയ ദാരുണമായ സംഭവം ഉണ്ടായത്. അത് തീർച്ചയായും കോർപ്പറേഷൻ അനാസ്ഥ. ഇത് പൊളിക്കാൻ എപ്പോഴോ ടെൻഡർ ഇട്ട ബിൽഡിംഗ് ആണ്. ഈ ടെൻഡർ ഇട്ട ബിൽഡിംഗിൽ പൊളിക്കാൻ എന്നോ ഉത്തരവ് ഇട്ടിട്ടും വീണ്ടും ഈ അടുത്ത് ഒരു പുതിയൊരു ഷോപ്പിന് ലൈസൻസ് കൊടുക്കുകയാണ് ചെയ്തത്. അതെങ്ങനെയാണെന്നുള്ളത് അവർ തന്നെ പറയേണ്ടത്. അവർ തന്നെയാണ് അതിനെ മറുപടി പറയേണ്ടത്, നമ്മളല്ല പറയേണ്ടത്. എന്തൊക്കെയായാലും അത് തന്നെയാണ് ഇപ്പൊ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആളുകളും പറയുന്നത്. അതായത് വളരെയധികം പഴക്കമുള്ള ദശാബ്ദങ്ങളുടെ പഴക്കമുള്ള ഒരു കെട്ടിടമാണ് ഇപ്പൊ എന്റെ പിറകെ കാണുന്നത്. അതാണ് ഇടിഞ്ഞു വീണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇത്ര അധികം കാലം പഴക്കമുള്ള ഒരു കെട്ടിടം, ആ കെട്ടിടത്തിനകത്ത് എങ്ങനെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയൊരു കടയ്ക്ക് പോലും പ്രേക്ഷകർക്ക് ദൃശ്യത്തിൽ കാണാം, ഇതൊരു പുതിയ ബോർഡാണ്. ഈ സ്ഥാപനത്തിന് എങ്ങനെയാണ് ലൈസൻസ് കൊടുത്തത്? എന്ത് മാനദണ്ഡം അനുസരിച്ചാണ് ഇതിന് പോലും ലൈസൻസ് കൊടുത്തത് എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ വ്യാപാരി വ്യവസായിയുടെ പ്രവർത്തകർ ചോദിക്കുന്നത്. ഇത്തരത്തിൽ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നുള്ള ഒരു കനത്ത അനാസ്ഥ അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. അതിപ്പോൾ 3 പേരുടെ ജീവൻ എടുത്തിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. ആ മരണപ്പെട്ടവർക്ക് അവർക്ക് അർഹമായ നഷ്ടപരിഹാരം കിട്ടണമെന്ന് തന്നെയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആളുകൾ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്.